हजारों हिंदुओं ने ढाका और चट्टोग्राम में मैसिव प्रोटेस्ट रैलीज निकाली, ये डिमांड करते हुए कि उनके घरों, दुकानों, मंदिरों की सुरक्षा की जाए. എല്ലാ നാട്ടിലും മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു നിത്യ സംഭവമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങളാണ് ന്യൂനപക്ഷമെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതോടെ അവിടെ അക്രമ പരമ്പര തന്നെ അരങ്ങേറുകയാണ്. അവിടത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ആക്രമിക്കപ്പെട്ട മനുഷ്യരെയൊക്കെ സന്ദർശിക്കുകയും ധാക്കയിലെ ഡാങ്കേശ്വരി ടെമ്പിൾ സന്ദർശിച്ച് ഇരകളായവരെയൊക്കെ കാണുകയും ഒക്കെ ചെയ്തു. റാത്തി ബംഗ്ലാദേശിലെ ആക്രമണത്തെ കുറിച്ച് ചെയ്ത ഒരു കുഞ്ഞു വീഡിയോയിൽ പറയുന്നത്, ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗങ്ങളുടെ മേൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ സംഘടന നടത്തുന്ന രണദാസ് ഗുപ്ത പറയുന്നത് കുറഞ്ഞത് 97 വീടുകളും കടകളും ആക്രമിക്കപ്പെട്ടു എന്നും 10ഓളം ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നുമാണ്. ഇതിൽ 100 കണക്കിന് ഹിന്ദുക്കൾക്ക് പരിക്കേൽക്കുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സംഗീതജ്ഞനായ രാഹുൽ ആനന്ദിന്റെ വീട്ടിലും അക്രമികൾ അതിക്രമിച്ചു കയറി. അദ്ദേഹത്തിന്റെ 3000ഓളം ഹാൻഡിക്രാഫ്റ്റ് സംഗീത ഉപകരണങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ബംഗ്ലാദേശ് പട്ടാളവും പോലീസും ഈ ആക്രമണങ്ങളെ നേരിടാൻ പരക്കം പായുകയാണ്. പട്ടാളത്തെ കൂടാതെ രാഷ്ട്രീയ പാർട്ടികളായ BNPയും ജമാഅത്തെ ഇസ്ലാമിയും തങ്ങളുടെ രക്ഷയ്ക്കെത്തിയെന്നാണ് ബംഗ്ലാദേശിലെ ഹിന്ദുവായ ഗോവിന്ദ് സാഹ ഢാക്ക ട്രിബ്യൂണിനോട് പറഞ്ഞത്. ചിലർ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ എല്ലാവിധ പ്രയത്നങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഇത്തവണ അവരോട് നമ്മൾ തോൽക്കരുത്. ഹിന്ദു, ബുദ്ധ, ക്രിസ്ത്യൻ കുടുംബങ്ങളെ സംരക്ഷിക്കണം. അവർ നമ്മുടെ സഹോദരന്മാരാണ്. ആരും അവർക്കൊരു നഷ്ടവും ഉണ്ടാക്കരുത്. മാത്രമല്ല, മൈനോറിറ്റികളുടെ മേലുള്ള അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്നാണ് മുഹമ്മദ് യൂനിസ് പറഞ്ഞത്. ഏതൊരു രാജ്യത്തിന്റെയും ഭരണാധിപന്മാരിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് ഇതാണ്. ഒരു മതേതരത്വത്തിന്റെ പാതയാണ് അവർ പിന്തുടരേണ്ടത്. അതല്ലാതെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി മതം കണ്ട് രാഷ്ട്രീയം കളിക്കുകയോ വെറുപ്പ് പരത്തുകയോ ചെയ്താൽ അയാളേക്കാൾ തരം താഴ്ന്ന ഒരാൾ വേറെ എവിടെയും ഉണ്ടാകില്ല. ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ധാക്കയിലും ചട്ടോഗ്രാമിലും അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധ റാലികൾ നടത്തി. തങ്ങളുടെ വീടും കടകളും ആരാധനാലയങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പ്രതിഷേധകർ റാലി നടത്തിയത്. ഞങ്ങൾ ആരാണ് ബംഗാളികൾ എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധം നടത്തിയ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ഇതിൽ അണിചേർന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഭാഗത്ത് ഇത്തരത്തിൽ അക്രമങ്ങൾ നടക്കുമ്പോൾ ഗോദി ഇക്കോസിസ്റ്റം വ്യാജ വാർത്തകൾ പടർത്തി അക്രമം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ട്. വ്യാജ വാർത്തകളെ കുറിച്ച് കരുതിയിരിക്കേണ്ടതുണ്ട്. വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണ് ഇവിടെ നടക്കുന്നത്. देखिए, ये ट्वीट फेक था, ये खबर फेक थी. हिंदू क्रिकेटर के घर पर आग लगना फेक था, ये खबर भी फेक थी, ये वीडियो भी फेक था. ഈ ട്വീറ്റ് നോക്കൂ, ഇത് ഫേക്ക് ആയിരുന്നു. ഈ വാർത്ത ഫേക്ക് ആയിരുന്നു. ഹിന്ദു ക്രിക്കറ്ററുടെ വീടിന് തീയിട്ടെന്നത് വ്യാജ വാർത്തയായിരുന്നു. ഇത്തരം സങ്കീർണമായ സാഹചര്യത്തിൽ യഥാർത്ഥ ചിത്രങ്ങൾ കാണിച്ച് ജനത്തെ ജാഗരൂകരാക്കാമെങ്കിലും പക്ഷെ നടക്കുന്നത് അതല്ല. അവർ ഇതൊന്നും ചെയ്യില്ല. കാരണം അവരുടെ യഥാർത്ഥ ഉദ്ദേശം ഹിന്ദുക്കളുടെ ഉള്ളിൽ ഭയമുണ്ടാക്കുകയാണ്. ലോകത്തെവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ ഒരേ ഒരു അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന് കാണിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പരത്തുക എന്നതാണ്. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, ഗാസിയാബാദിൽ കുറെ അക്രമികൾ ബംഗ്ലാദേശികളാണെന്ന് ആരോപിച്ച് ആളുകൾ താമസിച്ചിരുന്ന ടെന്റുകൾക്ക് തീയിട്ടു. ലളിതമായി പറഞ്ഞാൽ, വെറുപ്പ് തലയ്ക്ക് പിടിച്ച ഇവന്മാരുടെ തലയിൽ അതൊന്നും കയറില്ല. വർഗീയ കലാപം തടയാനുള്ള മാർഗം മറ്റൊരു വർഗീയ കലാപമല്ല, ആ മാർഗം മതേതരത്വമാണ്. ഇതാണ് ധ്രുവിന്റെ കുഞ്ഞു വീഡിയോയിൽ പറയുന്ന ഭാഗം. CPIMന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസി ഈ വിഷയത്തിൽ ഒരു ഗംഭീരമായ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ ധ്രുവ് പറഞ്ഞതുമായി മാച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ്. പതിവ് പോലെ ഇന്ത്യയിൽ RSS BJP കേന്ദ്രങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കാൻ ISIയും ചൈനയും സംയുക്തമായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഗോദി മാധ്യമങ്ങളിലുടനീളം പ്രചരിപ്പിക്കുന്നത്. ഇതിനായി പലതരത്തിലുള്ള തെളിവുകളും അവർ നിരത്തുന്നുണ്ട്. അഴിമതി നിറഞ്ഞതും സ്വേച്ഛാധിപത്യപരവുമായ ഭരണത്തെ അട്ടിമറിക്കാൻ ബംഗ്ലാദേശിൽ ജനകീയ ബഹുജന മുന്നേറ്റമുണ്ടാകുമെന്ന് ഇന്ത്യയിലെ ഭരണവൃത്തങ്ങൾക്കും അവരുടെ മാധ്യമങ്ങൾക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി അടുത്തിടപഴകി എന്നതുകൊണ്ട് തന്നെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പുറത്തുവിടാനും കഴിയും. അത്തരമൊരു മനോഭാവത്തിലൂടെ അപമാനിക്കുന്നത് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ബുദ്ധിയെയും സ്വതന്ത്രമായ ഇച്ഛാശക്തിയെയുമാണ്. ഇന്ത്യയിലെ ഭരണത്തിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ബംഗ്ലാദേശിലെ സംഭവങ്ങളും ഹിന്ദുത്വ കാഴ്ചപ്പാടിലൂടെ വീക്ഷിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ള 1 കോടി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുമെന്ന് ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ BJP നേതാവ് സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചു.
പൗരത്വ ഭേദഗതി നിയമം ഉപയോഗിച്ച് അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകണമെന്ന് അദ്ദേഹം പ്രകോപനപരമായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റക്കാരായി നിരന്തരം ചിത്രീകരിക്കുന്നതാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിലും ശക്തമായ ഇന്ത്യ വിരുദ്ധ വികാരം നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം. നുഴഞ്ഞുകയറ്റക്കാർ ചിതലുകളാണെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കുപ്രസിദ്ധമായ പരാമർശം ഓർക്കുക. മാധ്യമങ്ങളിലൂടെയും ഹിന്ദുത്വ വക്താക്കളിലൂടെയും ബംഗ്ലാദേശിലെ ബഹുജന പ്രക്ഷോഭത്തെ പ്രകോപനപരമായും നിഷേധാത്മകമായും ചിത്രീകരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ശക്തിപ്പെടാൻ വേണ്ടി വഴിവെക്കും. ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന അഭിപ്രായത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് മോദി സർക്കാരിന് പിന്തുടരാവുന്ന ഏറ്റവും നല്ല വഴി. ഇടക്കാല സർക്കാർ ക്ഷമയോടെ പ്രവർത്തിക്കുകയും ക്രമസമാധാനവും സാധാരണ നിലയും കൈവരുത്തുകയും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമായി സ്വീകരിക്കുന്ന എല്ലാ നടപടിക്കും പിന്തുണ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ലേഖനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഇതിലൊരു വേറൊരു പാരഗ്രാഫ് വായിച്ചതാണ്. ഇനി ഈ ലേഖനത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ഷെയ്ഖ് ഹസീന വസീദിന്റെ സ്വേച്ഛാധിപത്യ സർക്കാരിനെതിരായ ബഹുജന കലാപം സർക്കാരിന്റെ പതനത്തിനും ഷെയ്ഖ് ഹസീന രാജ്യത്ത് നിന്നും പലായനം ചെയ്യുന്നതിലേക്കും അവിചാരിത നയിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധക്കാർ ഓഗസ്റ്റ് 5 ആഹ്വാനം ചെയ്ത മാർച്ച് ടു ധാക്ക നഗരത്തിലെത്തുകയും 10,000-കണക്കിന് ആളുകൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. പ്രക്ഷോഭകർക്ക് നേരെ സൈന്യം വെടിയുതിർക്കില്ലെന്ന് സൈനിക മേധാവി ഹസീനയെ അറിയിച്ചത് ആടിയുലയുന്ന ഭരണ നേതൃത്വത്തിന് അവസാനത്തെ പ്രഹരമായി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുന്നതിനു പകരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഹസീന സർക്കാർ കർശന മാർഗങ്ങൾ അവലംബിച്ചു. സുപ്രീം കോടതി ഇടപെട്ട് സംവരണം 5% ചുരുക്കിയപ്പോഴേക്കും 200-ലേറെ വിദ്യാർത്ഥികളും സാധാരണക്കാരും പോലീസ് വെടിവെപ്പിലും ഭരണകക്ഷിയുടെ ഗുണ്ടകളുടെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടിരുന്നു. കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികളായവരെ ശിക്ഷിക്കുക, അറസ്റ്റിലായവരെ വിട്ടയക്കുക, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രക്ഷോഭം വീണ്ടും ആരംഭിച്ചു. ഇത് ഉടൻ തന്നെ പ്രധാനമന്ത്രി ഹസീനയുടെ രാജിയുടെ ആവശ്യമായി രൂപാന്തരപ്പെടുകയായിരുന്നു. 2009-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹസീനയുടെ നേതൃത്വത്തിൽ അവാമി ലീഗ് വീണ്ടും അധികാരത്തിൽ വന്നതു മുതൽ അവരുടെ 15 വർഷത്തെ ഭരണം പടിപടിയായി സ്വേച്ഛാധിപത്യപരമായി നീങ്ങുന്നത് നമ്മൾ കണ്ടു. 2024 ജനുവരിയിൽ ഉൾപ്പെടെ നടന്ന 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ ഭരണകക്ഷിയായ അവാമി ലീഗിന് ഏകപക്ഷീയമായി അനുകൂലമാക്കി. പ്രതിപക്ഷ പാർട്ടികളെ വലിയ തോതിൽ അടിച്ചമർത്തുകയും സർക്കാർ സംവിധാനങ്ങളെ പരസ്യമായി ഭരണകക്ഷിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. ഇരുമ്പ് മറയ്ക്കുള്ളിലെ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനത്തിൽ മാധ്യമങ്ങളും പൗരസമൂഹവും എതിർപ്പുയർത്തിയവരും അടിച്ചമർത്തലുകളെയും അറസ്റ്റുകളെയും ജയിലടക്കലിനെയും ഒക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നു. ഹസീനയുടെ ഭരണത്തിന്റെ ആദ്യ ദശകത്തിൽ ബംഗ്ലാദേശ് സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചു. GDP വളർന്നു. വസ്ത്ര കയറ്റുമതി വളർച്ചയിലേക്ക് നയിച്ചു. എന്നാൽ വികസനത്തിന്റെ ഫലം ഒരു ചെറിയ വിഭാഗത്തിലേക്ക് കേന്ദ്രീകരിച്ചു. അവരിൽ പലരും അവാമി ലീഗിലും ഹസീനയുടെ സുഹൃത്ത് വലയത്തിലും ഉൾപ്പെട്ടവർ മാത്രമായിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുടെ എണ്ണത്തിൽ ബംഗ്ലാദേശ് 3ാമത്തെ അതിവേഗ വളർച്ച നേടുമെന്ന് 2019 വിലയിരുത്തലുണ്ടായി. നിലവിൽ ഏകദേശം 1.8 കോടി യുവജനങ്ങൾ തൊഴിലില്ലാതെ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ വൈരുദ്ധ്യമുണ്ടായത്. അഴിമതി വ്യാപകമാവുകയും വ്യവസായികളും ഭരണകക്ഷി രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ചങ്ങാത്തം, അഴിമതി കൂട്ടുകെട്ട് ഇടത്തരക്കാരെയും ബുദ്ധിജീവികളെയും സർക്കാരിൽ നിന്ന് അകറ്റാൻ തുടങ്ങി. സർക്കാർ ജോലിയിലെ സംവരണത്തിനെതിരെയുള്ള പ്രതിഷേധം വിദ്യാർത്ഥി പ്രക്ഷോഭമായി ആരംഭിച്ചു. ഭരണകക്ഷി ഇതിനെ തുടക്കത്തിലെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഒടുവിൽ ഇത് സർക്കാരിനെ പിഴുതെറിയാനുള്ള ബഹുജന പ്രക്ഷോഭമായി വികസിച്ചു. അത്തരമൊരു പ്രസ്ഥാനത്തിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം പോലുള്ള മതമൗലിക ശക്തികൾക്കും പ്രതിഷേധത്തിൽ പങ്കുചേരാൻ പറ്റി. ഷെയ്ഖ് ഹസീനയുടെ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന്റെയും ഭരണ നേതൃത്വ സംവിധാനത്തിന്റെയും തകർച്ചയുടെയും അനന്തരഫലമായി അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടു. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ വെറുക്കപ്പെട്ട പോലീസ് ഇപ്പോൾ ജനങ്ങളുടെ രോഷത്തിന്റെ ഭാരം പേറുകയാണ്. നിരവധി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെടുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യപ്പെട്ടു. അവാമി ലീഗിന്റെ ഓഫീസുകൾക്കും ഭാരവാഹികളുടെ പ്രധാന പ്രവർത്തകരുടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ വ്യാപകമായി ആക്രമണ പരമ്പര തന്നെ നടന്നു. ചിലർ കൊല്ലപ്പെട്ടു. സർക്കാരിന്റെ പതനത്തിന് ശേഷമുള്ള 2 ദിവസം പല ജില്ലകളിലും ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ന്യൂനപക്ഷ സമുദായങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടായി. പ്രധാനമായും അവാമി ലീഗ് നേതാക്കളും വ്യവസായികളും ആക്രമണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അരാജകത്വം മുതലെടുത്തുകൊണ്ട് മതമൗലികവാദ ശക്തികൾ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നു എന്നത് വ്യക്തമായി കാണാം. എന്നിരുന്നാലും ന്യൂനപക്ഷ ആരാധനാലയങ്ങളെയും ന്യൂനപക്ഷ സമുദായത്തെയും സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥി നേതൃത്വത്തിന്റെയും പൗരസമൂഹത്തിന്റെയും ചില രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് അഭിനന്ദനാർഹമാണ്.
വിദ്യാർത്ഥി കോർഡിനേഷൻ ബോഡിയുടെ ആഹ്വാനപ്രകാരം എണ്ണമറ്റ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉൾപ്പെടെയുള്ള സ്ക്വാഡുകൾ രംഗത്തുണ്ട്. ഒരു ഇടക്കാല സർക്കാർ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ഗ്രാമീണ ബാങ്ക് സ്ഥാപകനും നൊബേൽ ജേതാവുമായ മുഹമ്മദ് യൂനുസാണ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നയിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരെയും ഉപദേശകരായി നിയമിച്ചിട്ടുണ്ട്. എത്രയും വേഗം ക്രമസമാധാന നിലയും ഭരണനിർവഹണ സംവിധാനങ്ങളും സാധാരണ നിലയിലാക്കുക എന്നതാണ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ കടമ. ഒരു ജനാധിപത്യ ക്രമത്തിലേക്കുള്ള സുഗമമായ മാറ്റം ഉറപ്പാക്കാൻ വിദ്യാർത്ഥി നേതൃത്വവും പൗരസമൂഹ സംഘടനകളും ജനാധിപത്യ മതനിരപേക്ഷ ഇടതു രാഷ്ട്രീയ ശക്തികളും ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ജമാഅത്തെ ഇസ്ലാമിയും മതമൗലികവാദ ശക്തികളും സമൂഹത്തിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ഇത് പ്രത്യേകിച്ചും ആവശ്യമാണ്. വലതുപക്ഷ മതമൗലിക ശക്തികൾ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് തടയാൻ എല്ലാ ജനാധിപത്യ ശക്തികളുടെയും വിശാല ഐക്യത്തിലൂടെ മാത്രമേ സാധിക്കൂ. നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ അമേരിക്കയുടെ പങ്ക് പുരോഗമന ഇടതുശക്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. പാകിസ്ഥാനേക്കാളും ചൈനയേക്കാളും ഹസീനയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ അജണ്ട പുനഃക്രമീകരിക്കാൻ സജീവമായി ഇടപെടുന്നത് അമേരിക്കയായിരിക്കും. ബംഗ്ലാദേശിനെ ഇന്തോ പസഫിക് തന്ത്രപരമായ കൂട്ടുകെട്ടിലേക്ക് ഉൾപ്പെടുത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. ഇതാണ് ആ ലേഖനം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ശരിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിങ്ങൾ യോജിക്കാത്തതുമായ ഭാഗങ്ങൾ ലേഖനത്തിലുണ്ടാകാം. പക്ഷെ അതിൻ്റെ ഒരു കാതലായ ഭാഗം എന്ന് പറയുന്നത് ആ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ ഉണ്ട്. അവര് ബംഗ്ലാദേശ് പൂജ ഉദ്ജബൻ പരിഷത്ത് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവൻ അപകടത്തിലായതിനാൽ ഞങ്ങൾക്ക് സംരക്ഷണം വേണം. വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും കാവൽ ഉറപ്പാക്കാൻ രാത്രി മുഴുവൻ ഞങ്ങൾ ഉണർന്നിരിക്കുകയാണ്. ഇത്തരമൊന്നും എന്റെ ജീവിതകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. രാജ്യത്തെ സാമുദായിക ഐക്യം സർക്കാർ പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് യൂണിറ്റി കൗൺസിലിന്റെ 3 അധ്യക്ഷന്മാരിൽ ഒരാളായ നിർമ്മൽ റൊസാരിയോ എഴുതിയത്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമം അവസാനിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന വേണമെന്നാണ് അദ്ദേഹം യൂസ്നെസ്സിനോട് അഭ്യർത്ഥിച്ചു എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ കാണുന്നത്. ഇത്രയുമൊക്കെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിന്റെ ഒരു സത്യാവസ്ഥ. വളരെ നിറം പിടിപ്പിച്ച കഥകളൊക്കെ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ഒരു സത്യാവസ്ഥ ഇതാണ്. അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെയുള്ളവർ തന്നെ അവരെ സംരക്ഷിക്കാനും നോക്കുന്നുണ്ട്. രാജ്യത്തലവൻ തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുമുണ്ട്. അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റും ഒക്കെ ഇടാനും മറന്നില്ലെങ്കിൽ സന്തോഷം.